നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ. പ്രധാന വാർത്തകൾ. പുന്നപ്ര വടക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമവും ഓണപ്പുടവ് വിതരണവും നടത്തി. പഞ്ചായത്തിലെ 17 വാർഡുകളിൽ നിന്നുള്ള 85ഓളം വയോജനങ്ങൾ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. എച്ച് സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദുരിതം പെയ്തിറങ്ങിയ വയനാടിന് കൈത്താങ്ങുമായി പുന്നപ്ര 220 kV സബ്സ്റ്റേഷനിലെ ജീവനക്കാർ രംഗത്ത്. തങ്ങളുടെ ഓണാഘോഷ പരിപാടി ഉപേക്ഷിച്ചാണ് ആഘോഷത്തിനായി മാറ്റിവെച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. എച്ച് സലാം MLA DD ഏറ്റുവാങ്ങി. വൃദ്ധസദനത്തിലും വനിതാ മന്ദിരത്തിലും കഴിയുന്നവർക്ക് നിത്യോപയോഗ സാധനങ്ങളും സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ ലോക്കർ സംവിധാനവുമുള്ള സ്റ്റീൽ അലമാരകളും കൈമാറി. PWD വകുപ്പിൽ നിന്നും വിരമിച്ചവരുടെ കൂട്ടായ്മയായ സൗഹൃദയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വയനാട് ദുരിതബാധിതർക്ക് SNDP അമ്പലപ്പുഴ യൂണിയന്റെ കൈത്താങ്ങ്. SNDP യോഗത്തിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപയാണ് അമ്പലപ്പുഴ യൂണിയന്റെ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് കൈമാറിയത്. ആൽപൈഡ് സ്പോർട്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. വാർത്തകൾ വിശദമായി. പുന്നപ്ര വടക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമവും ഓണപ്പുടവ് വിതരണവും നടത്തി. പഞ്ചായത്തിലെ 17 വാർഡുകളിൽ നിന്നുള്ള 85ഓളം വയോജനങ്ങൾ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. എച്ച് സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പുന്നപ്ര വടക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമവും ഓണപ്പുടവ് വിതരണവും നടത്തി. പഞ്ചായത്തിലെ 17 വാർഡുകളിൽ നിന്നുള്ള 85ഓളം വയോജനങ്ങൾ നന്മക്കൂട് എന്ന പേരിൽ നടത്തിയ സംഗമത്തിൽ പങ്കെടുത്തു. അമ്പലപ്പുഴ MLA എച്ച് സലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പൂക്കളം വീട്ടിൽ ചെറിയ പൂക്കളാണെങ്കിൽ പൂക്കളെടുത്ത് ദൈവമാണ് 600 പേര് ചെയ്യുന്ന അവിടെ 6 പേർക്ക് 7 പേരാണ് അതിലൊരു പൂക്കളിച്ച് ആ പൂക്കൾ വന്ന് പൂക്കളം മുന്നിട്ടിട്ട് അങ്ങനെ ഒരു രീതി അവലംബിക്കപ്പെട്ടു. പറവൂർ EMS കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ സംഗമത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് AP സരിത, സ്ഥിരം സമിതി അധ്യക്ഷരായ ജയ പ്രസന്നൻ, അജിത ശശി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫിജി, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി K സുജാത എന്നിവർ സംസാരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ വിനോദ് കുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ദുരിതം പെയ്തിറങ്ങിയ വയനാടിന് കൈത്താങ്ങുമായി പുന്നപ്ര 220 kV സബ്സ്റ്റേഷനിലെ ജീവനക്കാർ രംഗത്ത്. തങ്ങളുടെ ഓണാഘോഷ പരിപാടി ഉപേക്ഷിച്ചാണ് ആഘോഷത്തിനായി മാറ്റിവെച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. എച്ച് സലാം MLA DD ഏറ്റുവാങ്ങി. ഓണാഘോഷ പരിപാടിക്കായി മാറ്റിവെച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി KSEB സബ്സ്റ്റേഷൻ മാതൃകയായി. ആലപ്പുഴ പുന്നപ്രയിലെ 220 kV സബ്സ്റ്റേഷൻ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് ദുരിതം വിതച്ച വയനാടിന്റെ പുനരുദ്ധാരണത്തിനായി തങ്ങളാൽ കഴിയും വിധം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി വേറിട്ട മാതൃക തീർത്തത്. സബ്സ്റ്റേഷൻ ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ച ലളിതമായ ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നോബി തോമസ് എച്ച് സലാം MLAക്ക് DD കൈമാറി. ഗവൺമെന്റ് ഔദ്യോഗികമായ തീരുമാനം വരും മുൻപ് തന്നെ ഇങ്ങനൊരു കാര്യം ചെയ്യണം എന്നൊരു മനസ്സ് നിങ്ങൾക്കുണ്ടായി എന്ന കാര്യം പ്രത്യേകമായി അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഇത്തരം കാര്യം തീരുമാനിച്ചാൽ പോലും അതിനെയും നെഗറ്റീവായി പറയുന്നൊരു കാലം കൂടിയാണ് നമ്മുടെ നാട്ടിൽ. ഒരു മാനുഷികമായൊരു ചിന്തയൊന്നുമില്ലാതെ പലപ്പോഴും അത്തരം കാര്യങ്ങൾ നമ്മൾ ചുറ്റും കാണാം. വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ ഒരു ആഴം മനുഷ്യനെന്ന നിലയ്ക്ക് നമുക്ക് ഒരിക്കലും മനസ്സിങ്ങനെ ഇപ്പോഴും പാകപ്പെടാത്തൊരു ദുരന്തമാണ്. ഇപ്പോഴും കുറച്ചുപേരെ കണ്ടുകിട്ടിയിട്ടില്ല, ഉറ്റബന്ധുക്കളായവരെ കണ്ടുകിട്ടിയിട്ടില്ല. ഇന്നലെ ഒരു അപകടത്തിൽ മരണപ്പെട്ട പയ്യൻ ബന്ധുക്കളെല്ലാം നഷ്ടപ്പെട്ട് അവശേഷിച്ചവരിൽ നിന്നൊരാൾ. സ്റ്റാഫ് സെക്രട്ടറി LC ബൈജു, ചീഫ് കോർഡിനേറ്റർ ഫൈസൽ അഹമ്മദ്, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ ജയശ്രീ പുഷ്പരാജ്, M ദിനിൽ തുടങ്ങിയവർ സംസാരിച്ചു.
വൃദ്ധസദനത്തിലും വനിതാ മന്ദിരത്തിലും കഴിയുന്നവർക്ക് നിത്യോപയോഗ സാധനങ്ങളും സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ ലോക്കർ സംവിധാനവുമുള്ള സ്റ്റീൽ അലമാരകളും കൈമാറി. PWD വകുപ്പിൽ നിന്നും വിരമിച്ചവരുടെ കൂട്ടായ്മയായ സൗഹൃദയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വൃദ്ധസദനത്തിലും വനിതാ മന്ദിരത്തിലും കഴിയുന്നവർക്ക് നിത്യോപയോഗ സാധനങ്ങളും സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ ലോക്കർ സംവിധാനവുമുള്ള സ്റ്റീൽ അലമാരകളും കൈമാറി. ആലപ്പുഴ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും റിട്ടയർ ചെയ്തവരുടെ കൂട്ടായ്മയായ സൗഹൃദയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. H. സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെയുള്ള ആളുകൾക്കൊപ്പം ഈ ഓണക്കാലത്ത് ഓണത്തിന്റെ ഒരു ദിനം ഒരുമിച്ച് ആഘോഷിക്കാനും അവർക്ക് സഹായകരമായ നിലയ്ക്കുള്ള കാര്യങ്ങൾ അവർക്ക് നൽകാനും വേണ്ടിയുള്ള ഒരു ഉദ്യമമാണ് സൗഹൃദ PWD എന്ന കൂട്ടായ്മ ഏറ്റെടുത്തത്. അതിനെ മുൻകൈയെടുത്ത നിങ്ങളെല്ലാം പ്രത്യേകമായി സന്ദർഭത്തിൽ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരു പക്ഷേ ഒരു ചടങ്ങ് ചെറിയ ചടങ്ങായിട്ട് തോന്നാമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സർവീസ് കാലത്ത് പൊതു സേവനത്തിൻ്റെ ഭാഗമായി വലിയ വലിയ മന്ദിരങ്ങൾ ബിൽഡ് ചെയ്തവരായിരിക്കും. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ നസീർ പുന്നക്കൽ, AS കവിത, വാർഡ് കൗൺസിലർ B നസീർ, KN ഷൈൻ, നാസർ പട്ടരുമടം, PV ജൈനമ്മ, KK ഷാജി, ശങ്കർമണി എന്നിവർ സംസാരിച്ചു. കൂട്ടായ്മയുടെ സെക്രട്ടറി AS കണ്ണൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. വയനാട് ദുരിതബാധിതർക്ക് SNDP അമ്പലപ്പുഴ യൂണിയന്റെ കൈത്താങ്ങ്. SNDP യോഗത്തിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപയാണ് അമ്പലപ്പുഴ യൂണിയന്റെ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് കൈമാറിയത്. പ്രകൃതിക്ഷോഭത്തിൽ ദുരന്തമനുഭവിച്ച വയനാട് നിവാസികൾക്കായി SNDP യോഗത്തിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് അമ്പലപ്പുഴ യൂണിയനും ശാഖകളും ചേർന്ന് സമാഹരിച്ച 10 ലക്ഷം രൂപ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് കൈമാറി. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദന്റെ നേതൃത്വത്തിലാണ് തുക കൈമാറിയത്. വെള്ളാപ്പള്ളിയുടെ വസതിയിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് P ഹരിദാസ്, വൈസ് പ്രസിഡന്റ് B രഘുനാഥ്, യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PV സാനു, AK രംഗരാജൻ, KP പരീക്ഷിത്, കൗൺസിൽ അംഗങ്ങളായ M രാജേഷ്, രാജീവ്, G രാജേഷ്, KP ബൈജു, K ഭാസി, പഞ്ചായത്ത് കമ്മിറ്റി അംഗം ദിനേശൻ ഭാവന തുടങ്ങിയവർ പങ്കെടുത്തു. ആൽപൈറ്റ് സ്പോർട്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ആൽപൈറ്റ് സ്പോർട്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ചെയർമാൻ OK ഷഫീഖ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജനറൽ കൺവീനർ ദീപക് ദിനേശൻ, കോർഡിനേറ്റർ ബെന്നി ഡേവിഡ്, ലാലു മലയിൽ, ടോണി വർഗീസ്, ഷാഹിദ് ഷാജി ബിലു, സുനിമോൻ, ഫവാസ്, ട്രഷറർ സലീം കൂരയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് VG വിഷ്ണു വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. കേരള ആരോഗ്യ സർവകലാശാല സൗത്ത് സോൺ കലോത്സവം ഈ മാസം 27 മുതൽ 30 വരെ ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിൽ നടക്കും. സംഘാടക സമിതി യോഗം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. കേരള ആരോഗ്യ സർവകലാശാല സൗത്ത് സോൺ കലോത്സവം 27 മുതൽ 30 വരെ ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിക്കും. കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. അത് ഇവിടെ നടക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ നിങ്ങൾക്ക് പങ്കെടുക്കാനും വിൻ ചെയ്യാനും കഴിയുന്ന ഒരു ടീം സെറ്റിംഗ് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ക്യാമ്പസിൽ വരും. അപ്പൊ അതിന് കുറച്ച് പൈസ എന്തായാലും നിങ്ങൾക്ക് ഒരുങ്ങുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഒരു ചെറിയ ഷെയർ ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടി നിങ്ങൾ ആലോചിക്കാൻ കഴിയണം. അതില് കോളേജ് യൂണിയനുകൾ സെപ്പറേറ്റ് ആണ്. അപ്പോൾ സെപ്പറേറ്റ് ആയ കോളേജ് യൂണിയനുകളൊന്ന് പൊതുവായി എടുക്കുന്ന ധാരണ അനുസരിച്ച് നിങ്ങൾ കൂടി ഒന്ന് ആലോചിച്ച് എങ്ങനെ നമുക്കത് വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ള കാര്യം കൂടി ആലോചിക്കാൻ കഴിയണം. നടത്തിപ്പ് കഴിയുമ്പോൾ നമുക്കൊരു സാമ്പത്തികമായ ബാധ്യതയും മറ്റൊന്നും വരാതിരിക്കണം. TD മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ സർവകലാശാല യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ആഷിഖ് അധ്യക്ഷത വഹിച്ചു. നഴ്സിംഗ് കോളേജ് ചെയർമാൻ അഷിത, ഡെന്റൽ കോളേജ് ചെയർമാൻ അൻവാസ്,
യൂണിയൻ കൗൺസിലർ സാൻ മരിയ, എം ലുലു, ശിവപ്രസാദ്, ജെഫിൻ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തെ തുടർന്ന് എച്ച് സലാം MLA രക്ഷാധികാരിയും ആർ രാഹുൽ ചെയർമാനായും എം ശിവപ്രസാദ് ജനറൽ കൺവീനറായും കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പട്ടിണിയില്ലാതെ അന്തിയുറങ്ങാം എന്ന സന്ദേശമുയർത്തി ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി സൗജന്യ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണം നടത്തി. ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ അത്താഴക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. പട്ടിണിയില്ലാതെ അന്തിയുറങ്ങാം എന്ന സന്ദേശമുയർത്തി ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി സൗജന്യ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണം നടത്തി. ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ അത്താഴക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ ഗുരു ജ്വല്ലറി അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയി പാലത്ര ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വന്നിട്ടുള്ള ഇത് സ്വീകരിക്കാൻ വന്നിട്ടുള്ള അമ്മമാരെ, പെങ്ങന്മാരെ, അവർക്ക് കഴിവിന്റെ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം കിട്ടുന്നവർക്ക് അതൊരു നല്ല കാര്യമായിട്ട് നിങ്ങൾ വിശ്വസിക്കുക. പിന്നെ പലരും പരാതിക്കാരായിട്ടും വരാറുണ്ട് സാധാരണ. പക്ഷെ നമുക്കൊരു പരിധി ഉണ്ടല്ലോ. ഇപ്പോഴൊന്നാമത് കച്ചവടം കാര്യങ്ങൾ വളരെ മോശം. എങ്കിലും ആ ഓണത്തിന് നിങ്ങളുടെ കൂടെ ഞങ്ങൾക്കും നല്ല രീതിയിലൊന്ന് സഹകരിക്കണം, നിങ്ങളും നല്ല രീതിയിലൊന്ന് സഹകരിക്കണം ഞങ്ങളുടെ കൂടെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു നേരത്തെ ആഹാരം തരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതിൽ അതൊരു വലിയ അനുഗ്രഹമായിട്ട് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് നമുക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ. ആലപ്പുഴ നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MP ഗുരുദയാൽ, നൌഷാദ് അത്താഴക്കൂട്ടം, K നാസർ, ഷിജു വിശ്വനാഥ്, P അനിൽകുമാർ, തുഷാർ വട്ടപ്പള്ളി, സുനിത താജുദ്ദീൻ, നാസില നിസാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് പ്രദേശത്തെ നിർധനരായ കുടുംബങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റും പച്ചക്കറി കിറ്റും വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുന്നപ്ര വടക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമവും ഓണപ്പുടവ് വിതരണവും നടത്തി. പഞ്ചായത്തിലെ 17 വാർഡുകളിൽ നിന്നുള്ള 85ഓളം വയോജനങ്ങൾ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. എച്ച് സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദുരിതം പെയ്തിറങ്ങിയ വയനാടിന് കൈത്താങ്ങുമായി പുന്നപ്ര 220 kV സബ്സ്റ്റേഷനിലെ ജീവനക്കാർ രംഗത്ത്. തങ്ങളുടെ ഓണാഘോഷ പരിപാടി ഉപേക്ഷിച്ചാണ് ആഘോഷത്തിനായി മാറ്റിവെച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. എച്ച് സലാം MLA DD ഏറ്റുവാങ്ങി. വൃദ്ധസദനത്തിലും വനിതാ മന്ദിരത്തിലും കഴിയുന്നവർക്ക് നിത്യോപയോഗ സാധനങ്ങളും സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ ലോക്കർ സംവിധാനവുമുള്ള സ്റ്റീൽ അലമാരകളും കൈമാറി. PWD വകുപ്പിൽ നിന്നും വിരമിച്ചവരുടെ കൂട്ടായ്മയായ സൗഹൃദയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വയനാട് ദുരിതബാധിതർക്ക് SNDP അമ്പലപ്പുഴ യൂണിയന്റെ കൈത്താങ്ങ്. SNDP യോഗത്തിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപയാണ് അമ്പലപ്പുഴ യൂണിയന്റെ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് കൈമാറിയത്. ആൽപൈഡ് സ്പോർട്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ഇതോടെ ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. ഏവർക്കും ന്യൂസ് സ്റ്റാർ ന്യൂസിന്റെ ഓണാശംസകൾ.